ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ വിലക്കയറ്റം ഒരു നിത്യ പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നത് സാധാരണക്കാരന്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രതിസന്ധിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് വെളിച്ചെണ്ണയുടെ വിലയിലുണ്ടായ ക്രമാതീതമായ വർധനവ്. തേങ്ങയുടെ വില 80 രൂപ കടന്നപ്പോൾ ബ്രാൻഡഡ് വെളിച്ചെണ്ണയുടെ ചില്ലറ വിൽപ്പന വില 550 രൂപ മുതൽ 590 രൂപ വരെയായി കുതിച്ചുയർന്നു. പല ബ്രാൻഡുകളും 675 രൂപയാണ് പരമാവധി വിൽപ്പന വിലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രാൻഡഡ് വെർജിൻ വെളിച്ചെണ്ണയുടെ വിലയാകട്ടെ 700 രൂപ മുതൽ 850 രൂപ വരെയാണ്. ഈ വില വർധനവ് വെറും ഒരു ഉൽപ്പന്നത്തിന്റെ കാര്യം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ ബജറ്റിനെയും ജീവിത നിലവാരത്തെയും സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. കേരളീയരുടെ ദൈനംദിന ജീവിതത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. പാചകത്തിന് പുറമെ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ വില വർധനവ് സാധാരണക്കാരന്റെ അടുക്കള ബജറ്റിനെ കാര്യമായി ബാധിക്കുന്നു. ഒരു കുടുംബത്തിന് ഒരു മാസം കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വെളിച്ചെണ്ണയെങ്കിലും ആവശ്യമായി വരും. നിലവിലെ വിലയനുസരിച്ച് ഇത് വെറും വെളിച്ചെണ്ണയ്ക്ക് മാത്രമായി 1500 രൂപയോളം ചെലവഴിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. മറ്റ് അവശ്യ സാധനങ്ങളുടെ വിലവർധനവും ഇതിനൊപ്പം ചേരുമ്പോൾ ഒരു ശരാശരി വരുമാനക്കാരന്റെ കുടുംബത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത്തരത്തിൽ വിലവർധനവിന്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത് വെളിച്ചെണ്ണയുടെ പ്രധാന അസംസ്കൃത വസ്തുവായ തേങ്ങയുടെ ഉൽപാദനത്തിലെ സമീപകാലത്തുണ്ടായ ഗണ്യമായ കുറവുകൾ തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും രോഗങ്ങളും കൃഷിഭൂമിയുടെ കുറവും എന്നിവയെല്ലാം ഇതിന് കാരണമാകുന്നുമുണ്ട്. ഉൽപാദനത്തിൽ കുറവുണ്ടാകുമ്പോൾ വിപണിയിൽ തേങ്ങയുടെ ലഭ്യത കുറയുകയും അത് വിലവർധനവിന് കാരണമാവുകയും ചെയ്യുന്നു. അതോടൊപ്പം വെളിച്ചെണ്ണയുടെ വിലയെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവില. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്നത് ഗതാഗത ചെലവുകൾ വർദ്ധിപ്പിക്കുകയും അത് ഉൽപ്പന്നങ്ങളുടെ മൊത്തത്തിലുള്ള വിലയിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ചില വലിയ കോർപ്പറേറ്റുകൾ വെളിച്ചെണ്ണ വിപണിയിൽ ഒരു ഏകസ്വാമ്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അവർക്ക് ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം നൽകുന്നുണ്ട്. മത്സരമില്ലായ്മ വിലവർധനവിന് ഒരു പ്രധാന കാരണമാണ്. GSTയും മറ്റു നികുതികളും വെളിച്ചെണ്ണയുടെ വില വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുമുണ്ട്. ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നതിലെ കാലതാമസവും അപാകതകളും ഇടനിലക്കാരുടെ ചൂഷണവും വിലവർധനവിന് കാരണമാകുന്നു. വെളിച്ചെണ്ണയുടെ വിലവർധനവ് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. മറ്റ് പാചക എണ്ണകളായ റൈസ് ബ്രാൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, നല്ലെണ്ണ എന്നിവയുടെ വിലയും കുതിച്ചുയരുകയാണ്. റൈസ് ബ്രാൻ ഓയിലിന് 157 രൂപ മുതൽ 185 രൂപ വരെയും സൺഫ്ലവർ ഓയിലിന് 165 രൂപ മുതൽ 195 രൂപ വരെയും നല്ലെണ്ണയ്ക്ക് 390 രൂപ മുതൽ 450 രൂപ വരെയുമാണ് നിലവിലെ വില. ഇത് സാധാരണക്കാരന് മറ്റെണ്ണകളിലേക്ക് മാറാനുള്ള സാധ്യതയും ഇല്ലാതാക്കുന്നുണ്ട്. എല്ലാ പാചക എണ്ണകളുടെയും വില കുതിച്ചുയരുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അടിസ്ഥാന ചെലവ് പോലും ഉയരുന്നു. എണ്ണവില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. മന്ത്രിമാർ വാഗ്ദാനം നൽകുന്നുണ്ടെങ്കിലും വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ്. സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ വെളിച്ചെണ്ണ ലഭ്യമല്ലാത്തത് ജനങ്ങൾക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. കുറഞ്ഞ വിലയ്ക്ക് വെളിച്ചെണ്ണ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ സപ്ലൈകോയിൽ എത്തുന്നവർക്ക് മാസങ്ങളായി വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്നു. ഓണക്കാലമാകുമ്പോഴെങ്കിലും സർക്കാർ ഇടപെട്ട് വില കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. സർക്കാർ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, സംഭരണവും വിതരണവും കാര്യക്ഷമമാക്കുക, ഇടനിലക്കാരുടെ ചൂഷണം തടയുക, വിപണിയിൽ മത്സര സാഹചര്യം സൃഷ്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. വിലവർധനവിന്റെ മറ്റൊരു ഗുരുതരമായ പ്രത്യാഘാതം വിപണിയിൽ മായം കലർന്ന വെളിച്ചെണ്ണയുടെ വ്യാപനത്തിനുള്ള സാധ്യതയാണ്. കുറഞ്ഞ വിലയിൽ വെളിച്ചെണ്ണ ലഭ്യമാകുമ്പോൾ പലരും ഗുണനിലവാരം ശ്രദ്ധിക്കാതെ അത് വാങ്ങാൻ സാധ്യതയുണ്ട്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഈ സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പങ്ക് വളരെ വലുതാണ്. ഭക്ഷ്യ സംരംഭകർ, അംഗീകൃത ഉൽപാദകർ, റീപാക്കർമാർ, വിതരണക്കാർ എന്നിവർ വിശ്വസനീയമായ FSSAI അംഗീകാരമുള്ള വെളിച്ചെണ്ണ മാത്രമേ സ്വീകരിക്കാവൂ എന്ന കർശന നിർദ്ദേശമുണ്ട്. അംഗീകൃത GST ബിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. GST ബിൽ ഇല്ലാതെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിലും ലഭ്യമാകുന്ന വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഏതെങ്കിലും തരത്തിൽ വ്യാജ വെളിച്ചെണ്ണ കണ്ടെത്തിയാൽ വിവരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് സാധാരണക്കാരന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. വെളിച്ചെണ്ണയുടെ വിലവർധനവ് കേവലം ഒരു സാമ്പത്തിക പ്രശ്നം മാത്രമല്ല, ഒരു സാമൂഹിക പ്രശ്നം കൂടിയാണ്. സാധാരണക്കാരന്റെ ജീവിതത്തെ ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും വില നിയന്ത്രിക്കാൻ ദീർഘകാല പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം മായം കലർന്ന വെളിച്ചെണ്ണയുടെ വ്യാപനം തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുകയും വേണം. ഉപഭോക്താക്കൾ എന്ന നിലയിൽ നാം ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും സംശയകരമായ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികാരികളെ അറിയിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ഈ വിലക്കയറ്റം സാധാരണക്കാരന്റെ പ്രതീക്ഷകളെ തകർക്കാതിരിക്കാൻ സർക്കാരും സമൂഹവും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്.